ഹാർദിക് പാണ്ഡ്യയെയും മുംബൈ ഇന്ത്യൻസിനെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ IPL വളരെ മോശമായിരുന്നു. മുംബൈക്ക് 5 IPL കിരീടം സമ്മാനിച്ച രോഹിത്തിന് പകരം ഹാർദിക്കായിരുന്നു കഴിഞ്ഞ സീസണിൽ നയിച്ചത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ നിരാശപ്പെടുത്തിയ ഹാർദിക്കിനെതിരെ ആരാധകർ കൂവി വിളിച്ചു. മുംബൈ ഇന്ത്യൻസിനെ മികച്ച രീതിയിൽ നയിക്കാനും ഹാർദിക്കിന് സാധിച്ചിരുന്നില്ല. ഗ്രൗണ്ടിലും കൂവലോടെയാണ് ഹാർദിക്കിനെ സ്വീകരിച്ചിരുന്നത്. 14 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ മാത്രം നേടി പട്ടികയിൽ 10ാം സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്തു പറ്റിയെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹാർദിക്. ഹാർദിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെ: വിജയിക്കുക എന്നതിനപ്പുറം അതിജീവിക്കാനായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ശ്രമിച്ചത്. കരിയറിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ആ നാളുകൾ കടന്നു പോകാൻ സമയമെടുത്തു. എന്നാൽ 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. എനിക്ക് പിന്തുണയ്ക്കൊപ്പം സ്നേഹവും ലഭിച്ചു തുടങ്ങി. അതൊരു വഴിത്തിരിവായിരുന്നുവെന്നും ഹാർദിക് വ്യക്തമാക്കി. കഴിഞ്ഞ തവണത്തെ പോലെ അതിജീവിക്കാനല്ല ഈ തവണത്തെ ശ്രമമെന്നും കിരീടം മാത്രമാണ് കൺമുന്നിലുള്ളത് എന്നും ഹാർദിക് പറഞ്ഞു. മറ്റൊന്ന്, IPLന്റെ പുതിയ സീസണിനൊരുങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനെ കൂടുതൽ ആവേശത്തിലാക്കി ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർത്ത് ഇഷാൻ കിഷൻ. സീസണിന് മുന്നോടിയായുള്ള പരിശീലന മത്സരത്തിൽ വീണ്ടും ഒരു കിടിലൻ ഇന്നിംഗ്സുമായി കസറിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ. ഈ പ്രകടനത്തോടെ SRHന്റെ പ്ലേയിങ് 11-ൽ സ്ഥാനമുറപ്പിക്കുക മാത്രമല്ല, ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ താൻ തയ്യാറായി കഴിഞ്ഞെന്ന സൂചന കൂടിയാണ് ഇഷാൻ മുന്നോട്ട് വെക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തിയ ശേഷം 50+ സ്കോറുകളുടെ തോയനായി മാറിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ. പരിശീലന മത്സരത്തിൽ ഓറഞ്ച് കുപ്പായത്തിൽ വീണ്ടും ഒരു 50+ സ്കോർ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു അദ്ദേഹം. SRH A, SRH B എന്നിങ്ങനെ 2 ടീമുകളായിട്ട് തിരിഞ്ഞാണ് അവർ പരിശീലന മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ഈ മത്സരത്തിൽ B ടീമിനായി ഇറങ്ങിയ ശേഷമാണ് ഇഷാൻ 50 കണ്ടെത്തിയത്. 64 റൺസുമായി താരം പുറത്താവാതെ നിന്നിരുന്നു. SRH ടീം എടുത്തു കഴിഞ്ഞാൽ സ്ഫോടനാത്മകമായ ഒരു നിര തന്നെയാണ് SRHൻ്റേത്. ആ കൂട്ടത്തിലേക്കാണ് ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കൂടെ വരുന്നതെങ്കിൽ SRHനെ പിടിച്ചുകെട്ടുക ബുദ്ധിമുട്ടായിരിക്കും. SRHൻ്റെ സീസണിലെ ആദ്യ മത്സരം സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്.